നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം കൂടി ആശംസിക്കുന്നു. +1 ഹ്യൂമാനിറ്റീസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാർട്ട് എല്ലാവരും ഭംഗിയായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോണിക്സ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ്. അതോടൊപ്പം IDE എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഫോർമുല എന്താണെന്ന് പഠിച്ചു, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമാറ്റിംഗ്, ഇൻസേർഷൻ, ഡിലീഷൻ, എഡിറ്റിംഗ്, ഫ്രീസിംഗ് തുടങ്ങിയവയാണ്. ഫോർമാറ്റിങ്ങിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് കോളം ഫോർമാറ്റിംഗ് ആണ്. കോളം ഫോർമാറ്റിങ്ങിൽ അതിൻ്റെ വിഡ്ത്ത്, ഒപ്റ്റിമൽ വിഡ്ത്ത്, ഹൈഡ്, ഷോ എന്നിവ നമ്മൾ പഠിക്കാൻ പോകുന്നു. നമുക്ക് ആവശ്യാനുസരണം അകലം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേസമയം ഒപ്റ്റിമൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ മിനിമം റിക്വയർഡ് വിഡ്ത്തിലേക്ക് സെറ്റ് ചെയ്യലാണ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കോളം ഹൈഡ് ചെയ്ത് വെക്കുക, ആ ഹൈഡ് ചെയ്ത് വെച്ച കോളത്തെ നമുക്ക് ഷോ ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ ഉള്ളത് ഫോർമാറ്റ് മെനുവിലെ കോളം എന്ന ഓപ്ഷൻസിലാണ്. ഇനി ഫോർമാറ്റിംഗ് റോ ഫോർമാറ്റിങ്ങിൽ ഹൈറ്റ്, ഒപ്റ്റിമൽ ഹൈറ്റ്, ഹൈഡ്, ഷോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർമാറ്റ് മെനുവിലെ റോസിലാണിത് ചെയ്യുന്നത്. അടുത്തത് ഫോർമാറ്റിംഗ് ഷീറ്റാണ്. ഷീറ്റ് ഫോർമാറ്റിങ്ങിൽ റീനെയിം, ഹൈഡ്, ഷോ എന്നിവയുണ്ട്. ഒരു ഷീറ്റിൻ്റെ പേരെങ്ങനെ മാറ്റാം, ഒരു ഷീറ്റ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം, ആ ഹൈഡ് ചെയ്ത് വെച്ച ഷീറ്റ് എങ്ങനെ ഷോ ചെയ്യാം എന്നുള്ളതാണ്. ഇതെടുക്കുന്നത് ഫോർമാറ്റ് മെനുവിലെ ഷീറ്റ് മെനു കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. മറ്റൊരു ഫോർമാറ്റിംഗ് ഓപ്ഷനാണ് മെർജ് സെൽസ്. മെർജ് സെൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ മെർജ് ചെയ്ത് ഒറ്റ സെല്ലാക്കുന്നതിനാണ് മെർജ് സെൽസ് എന്ന് പറയുന്നത്. കമ്പൈനിങ് മൾട്ടിപ്പിൾ സെൽസ് ഇൻറ്റു വൺ സെൽ ഈസ് കോൾഡ് മെർജിങ് ഓഫ് സെൽസ്. ആ ചിത്രത്തിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. സെല്ലുകൾ മെർജ് ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് മെനുവിലെ മെർജ് സെൽസ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടൂൾ ബാറിൽ കാണുന്ന മെർജ് സെൽ ബട്ടൺ ഉപയോഗിച്ചിട്ടും സെല്ലുകളെ മെർജ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എംപ്ലോയി നെയിം എന്നുള്ളത് മുഴുവനായിട്ട് കാണുന്നില്ല. കാരണം ആ സെല്ലിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടി കൂട്ടിയാൽ മാത്രമേ എംപ്ലോയി നെയിം എന്നുള്ളത് മുഴുവനായിട്ട് കാണൂ. അതിനുവേണ്ടി ഞാൻ ആ കോളം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫോർമാറ്റിൽ പോയിട്ട് കോളം എന്ന മെനുവിൽ, സബ് മെനുവിൽ വിഡ്ത്ത്, ഒപ്റ്റിമൽ വിഡ്ത്ത്, ഹൈഡ്, ഷോ കാണാം. ആ വിഡ്ത്ത് സെലക്ട് ചെയ്യുന്നു. നിലവിൽ 2.98 ആണുള്ളത്. അത് ഞാൻ 5 cm ആക്കി മാറ്റുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ വിഡ്ത്ത് ഒന്ന് കൂടി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കുറച്ച് വിഡ്ത്ത് കൂടുതലാണ്. ഇത് നമുക്ക് കുറക്കാം. അതായത് ആവശ്യമുള്ള വിഡ്ത്ത് മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിലെ കോളംസ് എടുത്തിട്ട് ഒപ്റ്റിമൽ വിഡ്ത്ത് സെലക്ട് ചെയ്യുന്നു. ഒപ്റ്റിമൽ വിഡ്ത്തിൽ ആഡ് എന്നത് ഒപ്റ്റിമൽ വിഡ്ത്ത് കഴിഞ്ഞിട്ട് എത്ര ആഡ് ചെയ്യണം എന്നുള്ളതാണ്. 0.2 cm ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് 0 ആക്കിയാൽ തീരെ ആഡ് ചെയ്യാതിരിക്കാം. ഓക്കെ അടിക്കുന്നു. അപ്പോൾ അത് ഒപ്റ്റിമൽ വിഡ്ത്തിലേക്ക് മാറി. ഇതേപോലെ തന്നെ ഒരു കോളം, നെറ്റ് സാലറി എന്ന കോളം നമുക്ക് വേണ്ട എങ്ങനെ ഹൈഡ് ചെയ്യണം, തൽക്കാലം കാണിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമാറ്റിൽ പോയിട്ട് കോളം സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ഉപയോഗിക്കാം. അപ്പോൾ നെറ്റ് സാലറി എന്നുള്ള അവിടെ ഹൈഡായി. ഇനി ഈ ഹൈഡായ കോളം എങ്ങനെ ഷോ ചെയ്യുന്നതാണ്. ഫോർമാറ്റിൽ പോകുക, കോളംസിൽ ഷോ എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈഡായ കോളം ഷോ ചെയ്തു. ഇനി ഇതേപോലെ റോയിലും ഇതൊക്കെ ചെയ്യാം. ഫോർമാറ്റിൽ പോയിട്ട് റോ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റിൽ പോകുന്നു, റോ ഇതിൽ ഹൈറ്റ്, ഒപ്റ്റിമൽ ഹൈറ്റ്, ഹൈഡ്, ഷോ എന്നിവയൊക്കെ കോളത്തിൽ ചെയ്ത പോലെ തന്നെ റോയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഷീറ്റ് ഫോർമാറ്റിംഗ് ആണ്. താഴെ കാണാൻ നിങ്ങൾക്ക് 3 ഷീറ്റുകൾ, സാലറി, ഷീറ്റ് 2, ഷീറ്റ് 3. ഇതിൽ സാലറി എന്ന ഷീറ്റിൻ്റെ പേര് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ സാലറി എന്ന ഷീറ്റാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. അവിടെ ഫോർമാറ്റിൽ പോകുന്നു, ഷീറ്റ് സെലക്ട് ചെയ്യുന്നു, ഷീറ്റിൽ റീനെയിം എന്നത് സെലക്ട് ചെയ്യുന്നു. റീനെയിമിന് ഓൾറെഡി സാലറി എന്ന പേരുണ്ട്. അത് മാറ്റി ഞാൻ എംപ്ലോയി സാലറി എന്നാക്കി മാറ്റുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ സാലറിയുടെ എന്നുള്ളത് എംപ്ലോയി സാലറി മാറി. ഇനി നമുക്കൊരു ഷീറ്റ് വേണ്ട, ഷീറ്റ് 3 എന്നുള്ളത് ഞാൻ ഒഴിവാക്കാൻ പോകണം. അങ്ങനെയാണെങ്കിൽ ഫോർമാറ്റിൽ ഹൈഡ് ചെയ്യാൻ പോകും, ഒഴിവാക്കുന്നല്ല ഹൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷീറ്റിൽ ഹൈഡ്, അപ്പോൾ ആ ഷീറ്റ് ഹൈഡായി. ഇനി ഹൈഡായ ഷീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ചെയ്യാം. ഫോർമാറ്റിൽ
ഷീറ്റിൽ പോകുന്നു, ഷോ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും ഏത് ഷീറ്റാണ്, ഷീറ്റ് ഹിഡൻ ഷീറ്റ് ഷീറ്റ് 3 എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ ആ ഷീറ്റ് വീണ്ടും ഷോ ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഈ സാലറിയിലെ പ്രധാന ABC ലിമിറ്റഡ് എന്ന ഹെഡിങ് ഒരു സൈഡിലാണുള്ളത്. അതെന്ത് വേണം, ശരിക്കും ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരണം. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു വഴിയാണ് ഈ സെല്ലുകൾ മുഴുവൻ, ആ ഹെഡിങ്ങുള്ള സെല്ലുകൾ മുഴുവൻ കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കി മാറ്റുന്നു. അതിനുവേണ്ടി ഞാൻ മെർജ് സെൽ എന്ന ബട്ടൺ ഉപയോഗിക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും, മെർജ് സെൽ എന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് യെസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അത് മെർജ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതേപോലെ ബട്ടൺ പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റിലെ മെർജ് സെൽ എന്ന കമാൻഡും നമുക്ക് ഉപയോഗിക്കാം. മെർജ് ആൻഡ് സെൻറ്റർ സെൽസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സെല്ലുകൾ ഇൻസേർട്ട് ചെയ്യാം, റോ ഇൻസേർട്ട് ചെയ്യാം, കോളംസ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. അതായത് സെല്ല്, കോളം, റോസ്, വർക്ക്ഷീറ്റൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് എന്ന മെനുവിലെ സെൽസ് എന്ന കമാൻഡ്സ് ഉപയോഗിക്കുന്നു. അതേസമയം റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് എന്ന മെനുവിലെ റോസ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നു. കോളംസ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ട് എന്ന മെനുവിലെ കോളംസും, വർക്ക്ഷീറ്റാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ട് എന്ന മെനുവിലെ ഷീറ്റും ഉപയോഗിക്കാം. ഇൻസേർട്ടിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഒരു സെൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു, റോസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു, കോളംസും ഷീറ്റും എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. എഡിറ്റ് എന്ന മെനുവിലെ ഡിലീറ്റ് സെൽസ് എന്ന കമാൻഡ് ഉപയോഗിച്ചാൽ നമുക്ക് സെല്ലും അതോടൊപ്പം ആ റോ അല്ലെങ്കിൽ ആ കോളം ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണുന്ന വിൻഡോയിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേസമയം ഷീറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഡിറ്റിലെ ഷീറ്റ് എന്ന സബ് മെനുവിലെ ഡിലീറ്റ് എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, 5 വരെ റോൾ നമ്പറുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്കുകളാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻസേർട്ടിൽ സെല്ല്, റോസ്, കോളം, ഷീറ്റ് എന്നൊക്കെ കാണാം. ഇവിടെ 5ാമത്തെ കുട്ടിയുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ വിട്ടുപോയി. അതായത് 3ാമത്തെ കുട്ടിയുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ട് 4ാമത്തെയും 5ാമത്തെയും കുട്ടിയുടെ മാർക്ക് മുകളിലോട്ട് കയറി നിന്ന് പോയതാണ്. അപ്പോൾ നമുക്ക് 3ാമത്തെ കുട്ടിയുടെ മാർക്ക് അവിടെ അത് ഒഴിവാക്കണം. എന്നിട്ട് അവിടെ നമ്മൾ പുതിയൊരു സെല്ല് ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഇൻസേർട്ട് സെല്ല് ഇൻസേർട്ട് ചെയ്യുന്നു. അവിടെ വരുന്ന വിൻഡോയിൽ നമ്മൾ ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്ന് സെലക്ട് ചെയ്യുന്നു. അവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഷിഫ്റ്റ് സെൽസ് ഡൗൺ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക് അവിടെ ഒരു പുതിയ സെല്ല് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് നമുക്കവിടെ കുട്ടിയുടെ പുതിയ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ABC ലിമിറ്റഡിൻ്റെ സാലറി റിപ്പോർട്ട് നമുക്ക് കാണാം. ഇവിടെ PFന് തൊട്ട് മുമ്പായിട്ട് DA കഴിഞ്ഞാൽ, ബേസിക് സാലറിയും DAയും കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോസ് സാലറിയുടെ കോളം വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി PFൻ്റെ ആ കോളം സെലക്ട് ചെയ്യുന്നു. അത് F എന്ന കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ പോയിട്ട് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് കോളംസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു കോളം അതിൻ്റെ ലെഫ്റ്റായിട്ട് വന്നതായിട്ട് കാണാം. എന്നിട്ട് അവിടെ ഹെഡിങ് കൊടുക്കുന്നു. DAക്ക് ശേഷം ഗ്രോസ് സാലറി എന്ന ഹെഡിങ് കൊടുക്കുന്നു. ഇനി ഷീറ്റിലേക്ക് വരാം. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഷീറ്റ് 2, ഷീറ്റ് 3 ബേസ് സാലറി. നമുക്കൊരു ഷീറ്റ് അവിടുന്ന് പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വിൻഡോ ചോദിക്കുന്നു ബിഫോർ കറണ്ട് ഷീറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ കറണ്ട് ഷീറ്റ്. നിലവിലുള്ള ഷീറ്റിൻ്റെ ബിഫോർ വേണോ ആഫ്റ്റർ വേണോ. നമ്മൾ ബിഫോർ എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഷീറ്റ്, ന്യൂ ഷീറ്റ്, നമ്പർ ഓഫ് ഷീറ്റ്സ് ചോദിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഷീറ്റുകൾ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ഷീറ്റിൻ്റെ നെയിം കൊടുക്കാം. ഷീറ്റ് 4 എന്നാണ് ഇപ്പോൾ ഉള്ളത്, ആ നെയിം തന്നെ വെക്കുന്നു. എന്നതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കുന്നു. അപ്പോൾ പുതിയൊരു ഷീറ്റ് അവിടെ ഇൻസേർട്ട് ചെയ്ത് വന്നു. കണ്ടില്ലേ, ഒരു സെല്ല് ഡിലീറ്റ് ചെയ്യണം നമുക്ക്. ആ സെല്ല് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു. അവിടെ കാണുന്ന ഡയലോഗ് ബോക്സിൽ ഷിഫ്റ്റ് സെൽസ് അപ്പ്, ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ്, ഡിലീറ്റ് എൻ്റയർ റോ, ഡിലീറ്റ് എൻ്റയർ കോളംസ് എന്ന് കാണാം. ഷിഫ്റ്റ് സെൽസ് അപ്പ് എന്ന് സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. അപ്പോൾ നേരത്തെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് 5ാമത്തെ കുട്ടികളുടെ മാർക്ക് 4ാമത്തെ കുട്ടിക്കാണ് വേണ്ടതെങ്കിൽ നമുക്കിങ്ങനെ സെല്ല് ചെയ്യേണ്ടി വരും, മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 4ാമത്തെ കുട്ടിക്ക് ശരിയായ മാർക്ക് വന്നു. 5ാമത്തെ കുട്ടിക്ക് പിന്നീട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഷീറ്റ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നല്ല. നമ്മളൊരു ഷീറ്റ് സെലക്ട് ചെയ്യുന്നു, യെസ്. അവിടുന്ന് ഷീറ്റ് 4 നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 എഡിറ്റിംഗ് ഫീച്ചേഴ്സുകളാണ്. അതായത് ഫില്ലിംഗ് എ റേഞ്ച്, കോപ്പി, മൂവ്. ഫില്ലിംഗ് എ റേഞ്ച് നിങ്ങൾക്കറിയാം, പേര് കേട്ടാൽ തന്നെ ഒരു റേഞ്ച് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു നമ്പറോ അല്ലെങ്കിൽ ലെറ്ററോ ഒരു റേഞ്ച് മുഴുവൻ നമുക്ക് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ സീരീസ് ഓഫ് നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഫില്ലിംഗ് എ റേഞ്ച് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. എഡിറ്റിലെ ഫിൽ സീരീസ് എന്നുപയോഗിച്ചും എഡിറ്റിൽ ഫില്ല് റേഞ്ച് ഉപയോഗിച്ചും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റ് മറ്റൊരു ഭാഗത്തേക്ക് കോപ്പി ചെയ്യുന്നതിനാണ്. കോപ്പി എഡിറ്റിലെ കോപ്പി അല്ലെങ്കിൽ Ctrl+C എന്ന കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാം. അതോടൊപ്പം കോപ്പി ചെയ്താൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റിൽ പേസ്റ്റ് എന്ന കമാൻഡോ അല്ലെങ്കിൽ Ctrl+V എന്നോ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു ഫീച്ചർ അതുള്ളത് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ളതാണ്. അതായത് ഒരു സെൽ കണ്ടൻറ്റിലെ ഡാറ്റ മാത്രം, ഫോർമുല കൂടാതെ ഡാറ്റ മാത്രം ചിലപ്പോൾ നമുക്ക് കോപ്പി ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് പേസ്റ്റ് സ്പെഷ്യൽ, അല്ലെ ഫോർമുല മാത്രം നമുക്ക് കോപ്പി ചെയ്യേണ്ടി വരും. മറ്റൊന്ന് മൂവ് ആണ്. അതായത് ഒരു സ്ഥലത്തുനിന്ന് ഡാറ്റ അവിടുന്ന് കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നതിനാണ് എന്ത് ചെയ്യുക, മൂവ് എന്ന് പറയുന്നത്. മൂവിന് കട്ട് ചെയ്യണം. എഡിറ്റിലെ കട്ട് കമാൻഡും അല്ലെങ്കിൽ Ctrl+X എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ചെയ്യുന്നു. അത് കട്ട് ചെയ്തതും പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ Ctrl+V അല്ലെങ്കിൽ എഡിറ്റിലെ പേസ്റ്റോ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഒരു സെൽ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. നേരത്തെ നമ്മൾ സെല്ല് തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്, കോളം ഡിലീറ്റ് ചെയ്യുന്നത്, റോ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി സെല്ലിലെ കണ്ടൻറ്റ് തന്നെ കണ്ടൻറ്റ് മാത്രം എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് എഡിറ്റിലെ ഡിലീറ്റ് കണ്ടൻറ്റ് എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വലിയ ഡോക്യുമെൻറ്റ്സുകളായിരിക്കും. ഒരുപാട് ഡാറ്റ സ്പ്രെഡ്ഷീറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതേസമയം ഈ ഡാറ്റയ്ക്ക് മുഴുവനായിട്ട് ഒരു ഹെഡിങ് ഉണ്ടാകുക. ഹെഡിങ് വെച്ചിട്ടാണ്, പ്രത്യേകിച്ച് കോളംസ് ആയതുകൊണ്ട്, കോളംസിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് ഹെഡിങ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇതിലെ കണ്ടൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹെഡിങ് മറയുന്നതുകൊണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് എന്ത് ചെയ്യാം, അതായത് ഹെഡിങ് എത്ര സ്ക്രോൾ ചെയ്യുമ്പോഴും ഹെഡിങ് മൂവ് ചെയ്യാതെ ഹെഡിങ് ഒരു സ്ഥലത്ത് എപ്പോഴും കാണുന്ന രീതിയിൽ ആക്കുന്നതിന് പറയുന്ന പേരാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. അതായത് ഫ്രീസിങ് ഈസ് ദി ആക്ട് ഓഫ് മേക്കിംഗ് എ സെലക്റ്റഡ് സെറ്റ് ഓഫ് കോളംസ് ഓർ റോസ് ഇമൂവബിൾ വൈൽ സ്ക്രോളിംഗ് ദി വർക്ക്ഷീറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീസിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രീസിങ് ചെയ്യാൻ വേണ്ടി എവിടെയാണോ ഫ്രീസ് ചെയ്യേണ്ട ഹെഡേഴ്സ് ഉള്ളത് അതിൻ്റെ തൊട്ട് താഴെയുള്ള റോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യേണ്ട കോളത്തിൻ്റെ തൊട്ട് റൈറ്റുള്ള കോളം സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോസ് എന്ന മെനുവിൽ ഫ്രീസ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എഡിറ്റ് എന്ന മെനുവിൽ ഫിൽ എന്നത് കാണാം അല്ലേ, ഫിൽ. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സീരീസ് ഫില്ല് ചെയ്യുന്നു. ഫില്ലിംഗ് എങ്ങനെ നടക്കുന്നു, റേഞ്ച് ഫില്ലിംഗ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു സെല്ലിൽ 2 എന്ന് ടൈപ്പ് ചെയ്തു. ആ 2 എനിക്ക് താഴെ ഒരു കോളത്തിൽ കുറച്ച് സെല്ലിലേക്ക് ഫില്ല് ചെയ്യണം. ഞാനതിന് ആ സെല്ലുകൾ സെലക്ട് ചെയ്തു. ശേഷം എഡിറ്റ് മെനുവിൽ പോയിട്ട് ഫിൽ ഡൗൺ എന്നത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഫിൽ ഡൗൺ. അപ്പോൾ നമുക്ക് കാണാം ആ 2 എന്നത് മുഴുവൻ താഴോട്ട് ആ സെലക്ട് ചെയ്ത എല്ലാ സെല്ലിലേക്കും അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ഫില്ല് ചെയ്ത കണ്ടൻറ്റ് മുഴുവൻ ഒരു റേഞ്ചിലേക്ക് വീണ്ടും ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. ഞാൻ ആ ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് ഫില്ലിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ 2 എന്നുള്ളത് ആ റേഞ്ച് മുഴുവൻ കോപ്പി ചെയ്തതായിട്ട് നമുക്ക് കാണാം, ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇനി ഞാൻ 1 എന്ന് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ആ 1 താഴേക്ക് മുഴുവൻ 1 എന്നല്ല, അതൊരു സീരീസ് ആയിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ലിൽ സീരീസ് എന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ കാണാം ഡയറക്ഷൻ ഡൗൺ അപ്പ് എന്നൊക്കെ കാണാം. ഡയറക്ഷൻ ഡൗൺ സെലക്ട് ചെയ്തു. സീരീസ് ടൈപ്പ് ലീനിയർ ഗ്രോത്ത് ഉണ്ട്, ഞാനിവിടെ ലീനിയർ സെലക്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ഓൾറെഡി ഉണ്ട്. ഇൻക്രിമെൻറ്റ് എത്ര വീതം കൂടണം, 1 വീതം കൂടാൻ 1 എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1 2 3 4 എന്ന ലീനിയർ സീരീസ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇനി ഞാനൊരു മറ്റൊരു സീരീസ് ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം 1 എന്ന് ടൈപ്പ് ചെയ്തു. എന്നതിന് ശേഷം ഒരു ഏരിയ സെലക്ട് ചെയ്തു. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് ഫില്ല് സെലക്ട് ചെയ്യുന്നു.
അതിൽ സീരീസ് സെലക്ട് ചെയ്തു, അതിൽ ഡയറക്ഷൻ ഡൗൺ തന്നെ സെലക്ട് ചെയ്തു, സീരീസ് ടൈപ്പ് ഞാൻ ഗ്രോത്ത് സെലക്ട് ചെയ്തു, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ഇൻക്രിമെൻറ്റ് ഞാൻ 2 എന്ന് കൊടുത്തു, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ 1 2 4 അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വന്നു. ലീനിയർ അല്ല, ഗ്രോത്ത് സീരീസ് ഫിൽ ചെയ്തിരിക്കുന്നു. ഇതേപോലെ നമ്പേഴ്സ് ഇങ്ങനെ ലീനിയറായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി സീരീസ് ഫില്ല് ചെയ്യാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. അതായത് ഒരു സെല്ലിൽ നമ്പർ അടിച്ചതിന് ശേഷം അതിൻ്റെ റൈറ്റിൽ പോയിട്ട് പ്ലസ് സൈൻ വരുമ്പോൾ ഡ്രാഗ് ചെയ്തിട്ടും ഇങ്ങനെ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഇനി അതല്ല 2 4 6 എന്ന രീതിയിലാണെങ്കിൽ 2 4 എന്ന 2 സെല്ലിൽ എൻ്റർ ചെയ്യുന്നു, അതും സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ 2 4 6 8 എന്ന ഓർഡറിൽ 2 വീതം ഇൻക്രിമെൻറ്റോടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ലെറ്റേഴ്സ് എങ്ങനെ ഫില്ല് ചെയ്യുന്ന നോക്കാം. ഫില്ല് ചെയ്യേണ്ട ലെറ്റേഴ്സ് ഞാൻ എ എന്ന് ഒരു സെല്ലിൽ അടിച്ചു, താഴോട്ട് കുറച്ച് സെല്ലുകൾ സെലക്ട് ചെയ്തു, താഴോട്ട് ഡ്രാഗ് ചെയ്ത് പിടിച്ചു. അങ്ങനെ ആ എ എന്ന ലെറ്റേഴ്സ് മുഴുവൻ സെല്ലിലേക്കും വന്നു. ഇനി ഡേറ്റ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഞാൻ 1/2/2021 എന്ന് എൻ്റർ ചെയ്യുന്നു. അത് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു, താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിലെ ഇയർ മാത്രം ചേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാം. കണ്ടോ 2010 വരെ അത് ഡൗൺ താഴോട്ടായിട്ട് വരുന്നത് കാണാം. ഇനി നിങ്ങൾ എംപ്ലോയി സാലറി വന്നു, അവിടെ DA എന്നത് 6000 ഞാൻ അവിടെ നിന്ന് അത് കോപ്പി ചെയ്യുന്നു. ഞാൻ മറ്റൊരു പുതിയ സെല്ലിൽ വരുന്നു, അവിടെ ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പേസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 0 ആണ് കിട്ടിയത്. കാരണം എന്താണ്, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 6000 എന്നുള്ളത് B12 × 40 × 100 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ലെഫ്റ്റിൽ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് 0 ആണ്. കാരണം അത് ഫോർമുല അടക്കമാണ് എന്ത് ചെയ്തത്, കോപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാല്യൂ കോപ്പി ചെയ്യാൻ എന്താണ് ചെയ്യുക, അതിനാണ് പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത്. പേസ്റ്റ് സ്പെഷ്യലിൽ നിങ്ങൾക്ക് കാണാം സെലക്ഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പേസ്റ്റ് ഓൾ ഒഴിവാക്കി ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഡേറ്റ് ആൻഡ് ടൈം തുടങ്ങിയവയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ അടിക്കുമ്പോൾ ആ നമ്പേഴ്സ് അവിടത്തേക്ക് കോപ്പി ചെയ്തതായിട്ട് കാണാം. ഇതിനാണ് പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫോർമുല ഒഴിച്ച് ആവശ്യമുള്ളത് മാത്രമൊക്കെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം. ഇനി എങ്ങനെയാണ് കണ്ടൻറ്റുകൾ നമ്മൾ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാനിവിടെ 700 എന്നുള്ള ആ സെല്ല്, ബേസിക് സാലറി ആ സെല്ല് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ അതിലെ കണ്ടൻറ്റ് ഡിലീറ്റ് ആകും. ഒരു വഴി കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു വഴി ഡിലീറ്റ് കീ പ്രസ് ചെയ്യലാണ്. ഇനി മറ്റൊരു വഴി എഡിറ്റിലെ ഡിലീറ്റ് കണ്ടൻറ്റ് എന്നതാണ്. ഡിലീറ്റ് കണ്ടൻറ്റ് എന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്താകുന്നു, അവിടുത്തെ കണ്ടൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും ഡിലീറ്റ് കണ്ടൻറ്റ് ചെയ്യാം. അവിടെ സെലക്ഷനിൽ ഡിലീറ്റ് ഓൾ, ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡിലീറ്റ് ഓൾ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചാൽ കണ്ടൻറ്റ് അവിടെ എന്ത് ചെയ്തു, ഡിലീറ്റായി. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ എംപ്ലോയീസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണത്. നമ്മൾ ഫ്രീസിങ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹെഡിങ് കാണുന്നില്ല. അപ്പോൾ ഹെഡിങ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള വിൻഡോസിലെ ഫ്രീസാണ് അതിന് ഉപയോഗിക്കുന്നത്. ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു റോയിൽ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ മൂന്നാമത്തെ സെല്ലിൽ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് വിൻഡോസിൽ ഫ്രീസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ വിൻഡോസ് ഇപ്പോൾ ഫ്രീസ് എന്ന് കൊടുത്തു. ഇനി ഞാനത് സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. സ്ക്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹെഡിങ് മൂവ് ചെയ്യാതെ, ഹെഡിങ് മൂവ് ചെയ്യാതെ, ഹെഡിങ് എത്ര നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും ഹെഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്കൊരു കോളം ഫ്രീസ് ചെയ്യണം എന്ന് വിചാരിക്കട്ടെ. അതായത് ഫസ്റ്റ് കോളം നമ്മളിപ്പോൾ കോളം സ്ക്രോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം കാണുന്നില്ല അല്ലേ. ഫസ്റ്റ് കോളം ഫ്രീസ് ചെയ്യണം എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കോളം സെലക്ട് ചെയ്യുന്നു, വിൻഡോസിൽ പോകുന്നു, ഫ്രീസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഫ്രീസ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ആ ഫ്രീസ് ആദ്യം ഒഴിവാക്കുന്നു. എന്നിട്ട് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ശേഷം വിൻഡോസിൽ പോയിട്ട് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫ്രീസ് ചെയ്തു. ഇനി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ കോളം മാത്രം മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രീസിങ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫോർമാറ്റിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, എഡിറ്റിങ്, ഫ്രീസിങ് എന്നിവ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നന്നായിട്ട് ഈ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഈ കാണിക്കുന്ന
അസൈൻമെൻറ്റ് കൂടി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.